ഇന്നിപ്പോൾ 2020 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ന് പാകിസ്ഥാന്റെ പോരാട്ടമാണ് വളരെ പ്രധാനമായി ഉള്ളത്. നാളെയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം നടക്കുക. നമുക്കറിയാം, ഇന്ത്യ മത്സരിക്കുന്ന ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ടീമുകളെല്ലാം അണിനിരക്കുന്ന വളരെ ടഫായ ഒരു ഗ്രൂപ്പാണ്. നാളത്തെ മത്സരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ അലട്ടുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. 4 കളികളും ജയിച്ചു എങ്കിൽ പോലും പാകിസ്ഥാനെതിരെ അല്ലാതെ മറ്റു 3 കളികളിലും ഇന്ത്യയുടെ പ്രകടനം അത്ര മെച്ചമായിരുന്നില്ല. സൂപ്പർ 8ലേക്ക് യോഗ്യത നേടി എങ്കിൽ പോലും ഇന്ത്യക്ക് ഓപ്പണർമാരുടെ ഫോമില്ലായ്മ, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മയുടെ ഫോമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. മറ്റൊന്ന്, തിലക് വർമ്മ മറ്റൊരു പ്രധാനപ്പെട്ട ബാറ്റ്സ്മാനാണ്. തിലകിൻ്റെ മെല്ലെപ്പോക്ക് ഇന്ത്യയെ വല്ലാതെ അലട്ടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആകെ പ്രതീക്ഷ സൂര്യകുമാർ യാദവിൻ്റെ ഫോമിലാണ്. സൂര്യകുമാർ യാദവ് വളരെ പ്രധാനപ്പെട്ട പ്രകടനം ഓരോ മത്സരങ്ങളിലും കാഴ്ചവെക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, സഞ്ജു സാംസണൊപ്പം നാളെ മത്സരത്തിന് ഇറങ്ങുമോ എന്ന കാര്യവും കാത്തിരുന്ന് കാണണം. ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട തീരുമാനമായി നാളെ മാത്രമാണ് അറിയുക. ഏതായാലും വലിയൊരു മത്സരത്തിനാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ നാളെ ഇറങ്ങുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഹരി എന്നോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഹരി, ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങൾ. അതിലൊന്ന് വരുൺ ചക്രവർത്തിയുടെ മാന്ത്രിക സ്പിന്നാണ്. മറ്റൊന്ന് ശിവം ദുബെ വളരെ പ്രധാനപ്പെട്ട പൊസിഷനിൽ അദ്ദേഹം തൻ്റെ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഡെത്ത് ഓവറിലെ റൺസ് ചോർച്ച പ്രശ്നമാണ്. അഭിഷേക് ശർമ്മ എന്ന സൂപ്പർ ബാറ്ററുടെ ഫോമില്ലായ്മ പ്രശ്നമാണ്. ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയെ മറികടക്കാൻ. സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ഉത്തരങ്ങളും അതിനനുസരിച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ICCയുടെ ഇത്തവണത്തെ ഫിക്സ്റ്റേഴ്സിനെ പറ്റി പറയാം. ഒന്നാമത്തെ കാര്യം, ഈ സൂപ്പർ 8ലേക്ക് വരുന്ന ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ്, അതായത് ഇന്ത്യ അടങ്ങുന്ന ഗ്രൂപ്പ് വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക, പിന്നെ സിംബാബ്വെ, ഇവർ 4 പേരും അവരവരുടെ ഗ്രൂപ്പിലെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നവരാണ്. അതായത് ഈ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നവരിൽ പ്രധാനപ്പെട്ട 4 ടീമും എതിരെയായിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട 2 ടീമുകൾ പുറത്തു പോവാണ്. അതായത് ഗ്രൂപ്പുകളിൽ പ്രധാനമായിട്ട് നിൽക്കുന്ന 2 ടീമുകൾ പുറത്തു പോകുന്ന ഒരു അവസ്ഥ. അത് ICCയുടെ ഫിക്സ്റ്റേഴ്സിന്റെ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇനി ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസൺ സ്ഥാനം ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല എന്ന് തന്നെ പറയാൻ. കാരണം അഭിഷേക് ശർമ്മ 3 ഡക്കുകൾ അടുപ്പിച്ചായിരുന്നെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ICC T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി അഭിഷേക് ശർമ്മയാണ്. അതായത് ഓരോ ആഴ്ചയിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന റാങ്കിംഗ് ലിസ്റ്റിൽ പോലും കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ഡക്കായിട്ട് പോലും ആ 1ാം സ്ഥാനത്തുള്ള റാങ്കിങ് അഭിഷേക് ശർമ്മയ്ക്ക് ഒരു തരത്തിലുള്ള കോട്ടം സംഭവിച്ചിട്ടില്ല. അത് കഴിഞ്ഞ 2 വർഷമായിട്ട് അഭിഷേക് ശർമ്മ ഉണ്ടാക്കുന്ന ലെഗസിയാണ്. ഇപ്പോഴും വന്നിട്ട് ആദ്യത്തെ ബോൾ തന്നെ അടിക്കാൻ ശ്രമിക്കുന്ന അഭിഷേക് ശർമ്മയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ 2 മത്സരങ്ങൾക്ക് ശേഷം ഡക്കായി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലെയർ തന്റെ 3ാമത്തെ മത്സരത്തിൽ പതുക്കെങ്കിലും കളിച്ചു തുടങ്ങാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അയാൾക്ക് ഒരേ ഒരു ഇന്റന്റ് എന്ന് പറയുന്നത് അടിക്കുക എന്നുള്ളതാണ്. അത് ടീം കൊടുത്തിരിക്കുന്ന ലൈസൻസ് ആണ്. അത് സൂപ്പർ 8ലും അയാൾ കണ്ടിന്യൂ തന്നെ ചെയ്യും. ഒരുപക്ഷെ അഭിഷേക് ശർമ്മയെ ഒരു തരത്തിലും മാറ്റാനുള്ള സാധ്യത ടീം മാനേജ്മെന്റിൽ നിന്നും ഉണ്ടാവില്ല. അയാൾക്ക് വയ്യ എന്നൊരു അവസ്ഥ വരുന്ന കഴിഞ്ഞു. ഇപ്പൊ നമീബിക്കെതിരെ അഭിഷേക് കളിക്കാത്തത് തന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് മാത്രമാണ് സഞ്ജുവിന് അവസരം കിട്ടുന്നത്. അതുകൊണ്ട് അഭിഷേക് ശർമ്മയുമായിട്ട് തന്നെ ടീം കണ്ടിന്യൂ ചെയ്യുമെന്നാണ് ഇൻസൈഡ് റിപ്പോർട്ട്സ് കിട്ടുന്നത്. ഇനി തിലക് വർമ്മയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 3 മത്സരങ്ങളിൽ 25 റൺസ് നേടുകയും 4ാമത്തെ മത്സരത്തിൽ 31 റൺസ് നേടുകയും ചെയ്തു. അത്യാവശ്യം ഒരു ആവറേജും തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 26 ആവറേജ് കിട്ടുന്നുണ്ട്. പക്ഷെ പ്രശ്നം ഈ പന്തുകൾ കൂടുതലായി ഉപയോഗിക്കുന്നതാണ്. ആദ്യത്തെ മത്സരത്തിൽ 21, പാകിസ്ഥാനെതിരായ മത്സരത്തിൽ 24 പന്തിൽ നിന്നാണ് 25 റൺസ് നേടിയത്. അവസാനം ഏറ്റവും ഒടുവിലത്തെ മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ 31 റൺസ് നേടുന്നത് 27 പന്തിൽ നിന്നാണ്. അതായത് സ്ട്രൈക്ക് റേറ്റ് ഒരു 130 പോലും എത്താൻ കഷ്ടപ്പെടുന്ന തിലക് വർമ്മയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ മിഡിൽ ഓവേഴ്സിൽ റൺസ് ഏറ്റവും കുറവ് കിട്ടാനുള്ള ഒരു കാരണം തിലക് വർമ്മയുടെ ഈ പ്രശ്നമാണ്. പിന്നെ സൂചിപ്പിച്ചു സൂര്യകുമാർ യാദവ് ഭയങ്കര ഫോമിലാണെന്ന്. സത്യം പറഞ്ഞാൽ സൂര്യകുമാർ യാദവ് വലിയ ഫോമിലല്ല. അതും ഒരു ആശങ്കയാണ്. കാരണം USA-ക്കെതിരായ മത്സരത്തിൽ ഒരു 82 അടിച്ചത് മാത്രമാണ് സൂര്യകുമാർ യാദവിന്റെ ഒരു ഫോം. ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും തിലക് വർമ്മയെ പോലെ തന്നെ സൂര്യകുമാർ യാദവും പന്ത് യൂസ് ചെയ്യുന്നുണ്ട്. അവസാനത്തെ മത്സരത്തിൽ എടുത്തു നോക്കിയാൽ 32 റൺസ് 28 പന്തുകൾ എടുത്തുകൊണ്ടാണ് സൂര്യ എടുത്തത്. അതായത് സ്ട്രൈക്ക് റേറ്റ് വെറും 115 മാത്രമേ ഉള്ളൂ. 28 പന്തുകൾ എടുത്തു ആ 32 റൺസ് എടുക്കാനായിട്ട്. പഴയ സൂര്യകുമാർ യാദവ് ഈ 28 പന്തിൽ 60 റൺസ് എടുത്തേനെ. അപ്പൊ നേരെ ഇരട്ടിയായിട്ടുള്ള ഒരു കൺവേർഷൻ റേറ്റ് കുറയുന്ന ഒരു സാധ്യതയും കൂടി ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബാറ്റിംഗ് തലവേദന ഉണ്ട്. പക്ഷേ ഈ ശിവം ദുബെയുടെ കാര്യം പറയുന്ന പോലെ തന്നെ ഇന്ത്യയുടെ കഴിഞ്ഞ 4 മത്സരങ്ങളിലും 4 പ്രധാനപ്പെട്ട ഈ മാൻ ഓഫ് ദ മാച്ച്, പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് കിട്ടിയത് 4 വ്യത്യസ്ത പ്ലെയേഴ്സിനാണ്. അതായത് ഒരാൾ ഡൗൺ ആയി കഴിഞ്ഞാൽ മറ്റേയാൾ വരും എന്നുള്ള വിശ്വാസം ഇന്ത്യൻ ടീമിനുണ്ട്. ഇപ്പൊ 8 പ്ലെയേഴ്സ് വരെ നിൽക്കുന്ന ബാറ്റിങ്ങിൽ 2 പേർ തകർന്നാൽ പോലും, അല്ലെങ്കിൽ ഒരു 4 പേർ തകർന്നാൽ പോലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആളുകളുണ്ട്. ടോപ്പ് ഓർഡറിൽ അഭിഷേക് ശർമ്മയ്ക്കോ ഇഷാൻ കിഷനോ ഫയർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ ദുബെയും ഹാർദിക് പാണ്ഡ്യയും ഉണ്ട് എന്നുള്ള വിശ്വാസം ടീമിനിടയിലുണ്ട്. അത് സ്റ്റിയർ ചെയ്തുകൊണ്ടുപോയി തിലക് വർമ്മയും സൂര്യകുമാർ യാദവ് ഉണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനത്തിലും കൂടി ഇന്ത്യ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്ലെയറിൽ മാത്രം നിൽക്കുകയല്ല ഇന്ത്യ. നേരെ മറിച്ച് വരുൺ ചക്രവർത്തി ഒരുപക്ഷെ
നോർത്ത് ഇന്ത്യയിലായാലും ഇവിടെ ആയാലും ഏറ്റവും ലെസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലെയർ വരുൺ ചക്രവർത്തിയാണെന്ന് പറയേണ്ടി വരും. ഇത് വേറെ വല്ല പ്ലെയറും ആയിരുന്നെങ്കിൽ നമ്മളിവിടെ തലയിൽ വെച്ച് ആഘോഷിച്ചേനെ. ബട്ട് എന്തോ വരുൺ ചക്രവർത്തിയാണ്, അയാളുടെ വിക്കറ്റ്സ് കിട്ടിയാൽ കൂടുതലായിട്ട് അമിതമായിട്ട് ആഹ്ലാദം പ്രകടിപ്പിക്കാറില്ല, പക്ഷെ കൺസിസ്റ്റന്റ് ആണ്. എല്ലാ മത്സരങ്ങളിലും വിക്കറ്റ് ഉണ്ട്. അയാളുടെ പന്ത് ഇപ്പോഴും റീഡ് ചെയ്യാൻ ബാറ്റർമാർക്ക് കഴിയുന്നില്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വജ്രായുധമായിട്ട് ഇന്ത്യ ഇറക്കാൻ പോകുന്നത് വരുൺ ചക്രവർത്തിയാണ്. അതുകൊണ്ട് ഇടപെടുകയാണ്. ഏതായാലും വലിയ പ്രതീക്ഷ ഇന്ത്യക്കുണ്ട്. അപ്പോഴും ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ എന്നുള്ളത് ഓർക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഫോമില്ലായ്മകൾ ഉള്ള ബാറ്റ്സ്മാൻമാരും ബൗളർമാരുമുണ്ട്. പക്ഷേ ഹരി പറഞ്ഞതുപോലെ കൺസിസ്റ്റന്റായി പ്രകടനം നടത്തുന്നവരുണ്ട്. അവസാന വിക്കറ്റ് വരെ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സംഘം താരങ്ങളുടെ നിരയുമാണ് ഇന്ത്യയുടെ കരുത്ത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.